ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ധർമ്മരാജ് യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അയൺ ബോക്സാണ്. ഇത് ഫുൾ ഷോട്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ പ്ലഗ് ചെയ്ത് കാണിക്കാം. പ്ലഗ് ചെയ്ത് ലൈറ്റ് മോഡിലാണ് ഇട്ടേക്കുന്നത്. അതിലൂടെ വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇവിടെ ഒരു LED കത്തണ്ടിയാണ്, പക്ഷേ അത് കത്തിയിട്ടുമില്ല. കണ്ടോ, LED ഒന്നും കത്തിയിട്ടുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന്. ഇത് വന്നിട്ട് ഈ ഭാഗമാണ് നമ്മൾ അഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അഴിച്ചു. സപ്ലൈ ഒക്കെ ഏതാണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതുണ്ടോ, ഇതിൻ്റെ കോഡ് വയർ കംപ്ലീറ്റ് ചുരുങ്ങിയിരിക്കുകയാണ്. കണ്ടോ, പഴകിയിട്ട് ഇത് കംപ്ലീറ്റ് ഒടിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയൊന്നും ആവാൻ ആരും നിൽക്കരുത്. കാര്യം ഇത് കണ്ടോ, ഇവിടുത്തെ സ്ലീവ് പോയിരിക്കുക. ഇത് ഇവിടെ രണ്ടിടത്ത് സ്ലീവ് പോയിരിക്കുക. കണ്ടോ, രണ്ടിടത്തും സ്ലീവ് പോയിരിക്കുക. കണ്ടോ, ഇതുമൂലം നിങ്ങളെ ഷോർട്ടാവുകയും ഒന്നിലേക്ക് കേബിൾ കത്തിപ്പോവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടങ്ങളുണ്ടാവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഇതുണ്ടോ, ഇവിടുത്തെ എല്ലാം കണ്ടോ, ഇതെല്ലാം പഴകിയിട്ട് മൊത്തം സ്ലീവ് പോയിരിക്കുന്നുണ്ടോ. വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് കണ്ടിട്ട് കണ്ടോ, ഫുള്ള് പോയിരിക്കുക. കണ്ടോ, ഇവിടെ മൊത്തം പോയിരിക്കുകയാണ്. ഞാൻ കണ്ടോ, ഇതുമൂലം കറണ്ടടിച്ച് നിങ്ങൾക്ക് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ ഈ ടോപ്പ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ വേണം നമുക്ക് അഴിച്ചിട്ട് കേബിൾ മാറാനേ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ അഴിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വരും ഉൾഭാഗം, അങ്ങനെ വരും. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് പുതിയൊരു കേബിൾ ഇട്ട് കൊടുക്കാം. പുതിയ കേബിൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപ താഴെയുള്ളൂ എൻ്റെ വില. അതുകൊണ്ട് ഇത് മാറിയിടാം. ഇത് സിമ്പിളാണ്. നോക്കുക, ഗ്രീൻ വയർ വരുന്നത് എർത്തായിരിക്കും എപ്പോഴും. അത് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആ ലൈൻ ഊരിയിട്ട് അവിടെ നമ്മൾ ഗ്രീനിൻ്റെ വയർ നമ്മളത് പിടിപ്പിക്കണം. ഇച്ചിരി നല്ല ടൈറ്റാണ് സാധനം. ഇത് ബോഡി എർത്തിങ്ങാണ്. നമ്മൾ ഈ ഗ്രീൻ വയർ ഇവിടോട്ടങ്ങ് പിടിപ്പിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതിൻ്റെ ഈ കേബിളിൻ്റെ ഈ സാധനം ഊരി കളഞ്ഞിട്ട് ഇതിൽ കൂടെ തന്നെ ഈ കേബിൾ നമ്മൾ ഇതിനകത്ത് കടത്തി വിടണം. കടത്തി വിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യാവൂ. ഇതിലൂടെ അതൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടണം. എന്നാലേ ഇതിൻ്റെ ഒരു ആക്ഷൻ അവിടെ കിട്ടുകയുള്ളൂ. നമ്മൾ അയൺ ബോക്സ് വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ഷൻ നമുക്കവിടെ കിട്ടത്തുള്ളൂ. എന്നിട്ട് റെഡ് വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എളുപ്പം ഏതാണോ അത് നോക്കി ചെയ്താൽ മതി കേട്ടോ. മുമ്പ് ഗ്രീൻ വയർ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് എളുപ്പം വരുന്നത് നോക്കി അങ്ങ് ചെയ്താൽ മതി. നമ്മൾ റെഡ് അവിടെ കൊടുത്തു. ബ്ലാക്ക് ഈ ബൾബൂടെ വർക്ക് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു അതെ, ഏതാണ്ട് ഈ ബ്ലാക്ക് ഇവിടെ കൊടുക്കുക. അപ്പോൾ ആ ബൾബും അതിനകത്ത് വർക്ക് ചെയ്യും. മാറിപ്പോയി. എന്നിട്ട് ഇവനെ ഇതിലേക്ക് കടത്തി വെച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. പിടിക്കുന്നില്ല മാത്രം. ഇതിലൂടെ ഇവിടെ നമ്മളതിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ ഗ്രീൻ വയർ അവിടെ എർത്തായിട്ട് വരേണ്ടത്. അങ്ങനെ നമ്മൾ ഫുൾ ലൈനുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബോക്സുകളിട്ട് മുറുക്കാം. ബോക്സുകളിട്ട് മുറുക്കാം. നമ്മൾ മുറുക്കിയിട്ടുണ്ട്. അതിനടുത്ത് നമുക്ക്
ഇത് ഫിറ്റ് ചെയ്യാം. ഇത് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്ത് ഇട്ടാൽ മതി. ഉണ്ടോ, ഇത്രയുള്ള സംഭവം. നമുക്ക് ബാക്കിൽ ഹോൾ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബാക്ക് സെറ്റ് ചെയ്തു. ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ഇവിടെ ഒരു പിന്നുണ്ട്. ഈ ഒരു പിന്ന് കൃത്യമായിട്ട് അത് ഈ വെട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ, ഈ വെട്ടിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗം, ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വീഴുന്ന ഒരു വെട്ട് നമ്മുടെ ഈ അയൺ ബോക്സിനകത്തുണ്ട്. അയൺ ബോക്സിനകത്തോട്ട് ആ വെട്ട് കറക്റ്റായിട്ട് കയറ്റി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി പ്രസ് ചെയ്താൽ മാത്രം മതി. അത് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, ഇൻഡിക്കേറ്റർ ഉണ്ട്. ഊരി ഫിറ്റ് ചെയ്തു. ഇൻഡിക്കേറ്റർ നമ്മൾ ചെയ്തൊരു ശകലം അതിൻ്റെ ഉള്ളിലോട്ട് മാറിപ്പോയി. ഞാൻ അടിച്ചിട്ട് ഇപ്പോഴേ നമ്മൾ എല്ലാം സിസ്റ്റം എല്ലാം മുറുക്കി, സ്ക്രൂ എല്ലാം മുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇൻഡിക്കേറ്റർ വന്നു, ചൂടാവുന്നുണ്ട്. ഒരു കാരണവശാലും കൈ വെച്ച് നോക്കരുത്, കുഴപ്പമില്ല, ചൂടാവുന്നുണ്ട്. ഇപ്പോഴത്തെ ഷൂട്ടിങ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അത് ആ വയറുകൾ തമ്മിൽ കയറി ഷോർട്ടായി ഫീസ് അടിച്ച് പോവുമായിരുന്നു. അവരുടെ ആ സിസ്റ്റം എല്ലാം കണ്ടോ, ഇതൊക്കെ ചുരുണ്ട മേനഞ്ഞിരിക്കുക കണ്ടോ, ഇത് മൊത്തം പോയിരിക്കുക. നല്ല ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു. കണ്ടോ, ഇവിടുത്തെ സ്ലീവ് പോയിരിക്കുന്നു, ഇവിടെയും സ്ലീവ് താണ്ട് പോയിരിക്കുന്നതിൻ്റെ കമ്പികളൊക്കെ പുറത്ത് കാണത്തക്ക രീതിയിലായിരിക്കുന്നത്. ആർക്കും അപകടം പറ്റാഞ്ഞത് കാര്യമായി. കണ്ടോ, ഇവിടുന്ന് കണ്ടോ, ഈ ഗ്രീൻ വയറും ഈ റെഡ് വയറും കൂടെ പിരിഞ്ഞിരിക്കുക. ഇതിനിടയിൽ ആ ബ്ലാക്കിൻ്റെ വയറും ഉണ്ട്. അങ്ങനെയാണ് ഷോർട്ടായിട്ട് അവരുടെ ഫീസുകളൊക്കെ അടിച്ചടിച്ച് പോകുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് കാണാം.